കഥ പറയുന്നതിനോടൊപ്പം ദൃശ്യവും മികവുള്ളതാവുമ്പോൾ മാത്രമാണ് ഒരു വ്ളോഗ് ഭംഗിയാവുന്നത്. ടൈറ്റാനിക്കിൻ്റെ രണ്ടാം ഭാഗത്തിൽ ചില ചലച്ചിത്ര ഭാഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായി വന്നപ്പോൾ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പഴയ കാലഘട്ടങ്ങളെ ആസ്പദമാക്കി ഒരു കഥ വർണ്ണിക്കുമ്പോൾ വർണ്ണനയ്ക്കൊത്ത് ദൃശ്യം കിട്ടാതെ വരും. ആയതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന പൂർണ്ണ രൂപത്തിലും ഭാവത്തിലും ആ വ്ളോഗ് പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഒരു സൃഷ്ടി നന്നായാൽ മാത്രം കിട്ടുന്ന സന്തോഷം, അത് അലസമായി പോയാൽ ഉണ്ടാകുന്ന നിരാശയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ടൈറ്റാനിക്കിൻ്റെ പ്രേതം എൻ്റെ തലയിൽ കൂടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇന്നും ടൈറ്റാനിക്കിൻ്റെ വേരുകൾ തേടിയാണ് നമ്മൾ പോകുന്നത്. അയർലൻഡിലെ ഒരു തുറമുഖ പട്ടണമാണ് കോപ്പ്. ഇവിടെയാണ് ടൈറ്റാനിക് മ്യൂസിയം ഉള്ളത്. ടൈറ്റാനിക്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ആവേശം കോബ് എന്ന് പറയുന്ന നഗരത്തിൽ എന്നെ കൊണ്ടെത്തിച്ചു. പല വർണ്ണങ്ങളാൽ അടുക്കി വെച്ചിരിക്കുന്ന പോലുള്ള കെട്ടിടങ്ങൾ തലയുയർത്തി കടലിന് അഭിമുഖമായി നിൽക്കുന്നു. അതിനെ അലങ്കാരമായി പ്രൗഢഗംഭീരമായി പാറകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ദേവാലയം. അതിൽ നിന്നുള്ള മണിനാദം ഉയർന്നതോടി പക്ഷികൾ ചിറകടിച്ചകന്നു. അത് സെൻറ്റ് കോൾമാൻസ് കത്തീഡ്രലാണ്. കെട്ടിടങ്ങളെയും കടലിനെയും വിഭജിച്ചുകൊണ്ട് കുറുകെ റോഡ് കിടക്കുന്നു. തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന വണ്ടികൾ. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്ന് തന്നെ പറയാം. വിനോദസഞ്ചാരികളെ കൊണ്ടും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ആളുകളെ കൊണ്ടും നഗരം സജീവമാണ്. ഒരുപക്ഷെ നമ്മൾ മട്ടാഞ്ചേരിയിലെ ജൂ സ്ട്രീറ്റിൽ ചെന്നുപെട്ട അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഓരോരോ കാഴ്ചകളുമായി ഞങ്ങൾ മുന്നോട്ട് നടക്കവേ തണുത്ത കാറ്റിൻ്റെ അതിപ്രസരത്താൽ തൊണ്ടയെല്ലാം വറ്റി വരണ്ടു. അങ്ങനെ ഒരു കാപ്പി കുടിക്കാം എന്ന് തന്നെ കരുതി. തണുപ്പത്ത് ഒരു ഡബിൾ ചോക്ലേറ്റ് കോഫി കുടിച്ചപ്പോൾ ഉണ്ടായ നിർവൃതി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ നിമിഷത്തിലാണ് എൻ്റെ ചിന്തകൾ എൻ്റെ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി കടന്നുപോയത്. കാരണം കടലിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ മത്സ്യബന്ധന ബോട്ടുകളാണ് അതിന് പ്രേരകമായത്. എൻ്റെ നാട്ടിലെ ജോൺസൺ ചേട്ടൻ്റെ ഐശ്വര്യമറയൻ എന്ന് പറയുന്ന ബോട്ട് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കായിരുന്നു എൻ്റെ ഓർമ്മകൾ കൊണ്ടു ചെന്നെത്തിച്ചത്. പാരമ്പര്യ തൊഴിലിനെ അടിസ്ഥാനമാക്കി തുടങ്ങിയ ഒരു ചെറിയ സംരംഭം അത് വളർന്നു വലുതായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന സംരംഭമായി തീർന്നപ്പോൾ ആ ഗ്രാമത്തെ മറക്കാതെ ആ ഗ്രാമത്തിനോട് തന്നെ ചേർന്ന് നാട്ടുകാരുടെ ഒപ്പം ജീവിക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ജോൺസൺ ചേട്ടനെ ആ നിമിഷത്തിൽ ഞാൻ ഒന്നോർത്തുപോയി. തീരത്തോടണഞ്ഞ് കരയിൽ തലതല്ലി കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന തിരമാലകളെ നോക്കി അല്പനേരം നിന്നു. എൻ്റെ കൺമുന്നിൽ തന്നെ മ്യൂസിയം ഉണ്ടായിരുന്നു. എങ്കിലും മ്യൂസിയത്തിലേക്കല്ല ഞാൻ ആദ്യം പ്രവേശിച്ചത്. കാരണം അവിടെയുള്ള ചുറ്റുപാടുകളെക്കുറിച്ച് ഒന്ന് നിരീക്ഷണം ചെയ്തിട്ടാകാം മ്യൂസിയത്തിലേക്കുള്ള എൻ്റെ പ്രവേശനം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ക്യാമറയുമായി ചുറ്റും പരതി നടക്കുമ്പോൾ ഈ തീരദേശ പട്ടണത്തിനും ചില കഥകൾ എന്നോട് പറയാനുണ്ടെന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു. അതിനായി എൻ്റെ ചെവി സസൂക്ഷ്മം കൂർപ്പിച്ചു പിടിച്ചു നിന്നു. തിരയുടെയും കാറ്റിൻ്റെയും ഒപ്പം ആ കഥ എന്നിലേക്ക് കടന്നു വരികയാണ്. കോബ് എന്ന പട്ടണത്തിന് 3 പേരുകൾ ചാർത്തി ലഭിച്ചിട്ടുണ്ട്. 1750 കോവ് എന്നായിരുന്നു ഇതിൻ്റെ വിളിപ്പേര്. പിന്നീട്
1849 വിക്ടോറിയ രാജ്ഞിയുടെ അയർലൻഡ് സന്ദർശനത്തിൻ്റെ സ്മാരകാർത്ഥം ബ്രിട്ടീഷുകാർ ഇതിനെ ക്യൂൻസ് ടൗൺ എന്ന് പുനർനാമം ചെയ്തു. പിന്നീട് 1921 ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് സ്ഥാപിതമായപ്പോൾ അതിൻ്റെ പേര് ഐറിഷ് രൂപത്തിൽ നിന്ന് കോബ് എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ലോകമെമ്പാടുമുള്ള ടൂറിസത്തിൻ്റെ വളർച്ച, അത് നേടിത്തരുന്ന സാമ്പത്തിക ലാഭവും തുടർന്നുള്ള വികാസവും ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിപണി മൂല്യമുള്ള എന്തിനേയും ബിസിനസ്സാക്കി മാറ്റുന്ന ആധുനിക ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളും കൗതുക കാഴ്ചകളും അതിനൊരു ഉദാഹരണം മാത്രം. 1980 കാലഘട്ടങ്ങൾ വരെ കോബിൽ ഒരു കപ്പൽ നിർമ്മാണശാലയും വ്യവസായവും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു അതിശയോക്തി തോന്നിയേക്കാം. അതിൻ്റെ പേരായിരുന്നു വെർലോം. അതുപോലെ തന്നെ ഈ തീരദേശത്തെ ഒരു ഉരുക്ക് നിർമ്മാണ പ്ലാന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഐറിഷ് സ്റ്റീൽ എന്നായിരുന്നു. തുടർന്ന് എൻ്റെ കണ്ണുകൾ ഉടക്കിയത് കായിക പ്രാധാന്യം നൽകുന്ന ഒരു വനിതയുടെ പ്രതിമയിലേക്കാണ്. കാണാൻ കൗതുകമുള്ളതിനാൽ ആ പ്രതിമയ്ക്ക് ചുറ്റും ഞാനൊന്ന് വലം വെച്ചു. പിന്നെ താഴെ ആലേഖനം ചെയ്തിരിക്കുന്ന ആ ബോർഡും ഞാൻ വായിച്ചു. 1969 നവംബർ 28 ഐറിഷിൽ ജനിച്ചതും 1995 ലോക ചാമ്പ്യൻഷിപ്പിൽ 5000 മീറ്റർ സ്വർണ്ണ മെഡലും 2000 ഒളിമ്പിക് ഗെയിംസിൽ 5000 മീറ്ററിൽ വെള്ളി മെഡലും സ്വന്തമാക്കിയ സോണിയ ഒ സലിവൻ 1994 അവർ സ്ഥാപിച്ച 200 മീറ്റർ ലോക റെക്കോർഡ് 2017 വരെ നിലനിന്നിരുന്നു. പിന്നീട് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് നഗരമധ്യത്തിലെ ആ പ്രതിമകളെയാണ്. പറയുന്ന പേര് ലൂസിറ്റാനിയ മെമ്മോറിയൽ എന്നാണ്. ആ ശില്പത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത് സമാധാനത്തിൻ്റെ മാലാഖയാണ്. ആ മാലാഖയുടെ കയ്യിലുമുണ്ട് ഒരു വാൾ. അത് നിലത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. സമാധാനകാംക്ഷിയായ മാലാഖയ്ക്ക് എന്തിനാണ് വാൾ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു കയറി. താഴെ കാണുന്നത് മത്സ്യബന്ധന തൊഴിലാളികളും. കിൻസലെ തീരത്തെ ഒരു ജർമ്മൻ അന്തർവാഹിനി മുങ്ങിപ്പോവുകയും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനും ഇരകളിൽ ചിലരെ പ്രാദേശിക ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിനുമായി കോബ് നഗരം തുണയായി എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം. ആ പ്രതിമയുടെ എതിർവശത്തായിട്ടാണ് ടൈറ്റാനിക് മ്യൂസിയം നിലനിൽക്കുന്നത്. എങ്കിൽ തന്നെയും തൊട്ടടുത്തുള്ള ടൈറ്റാനിക് പാർക്കിലേക്കാണ് ഞങ്ങൾ നടന്നു നീങ്ങിയത്.
ആ ഗാർഡനിൽ മറ്റൊരു പ്രതിമ ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. അതാണ് നാവിഗേറ്റർ സ്റ്റാച്യു. അന്താരാഷ്ട്ര ശില്പദിനത്തിൻ്റെ ബഹുമാനാർത്ഥം നഗര ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പ്രതിമയാണിത്. അവിടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ടൈറ്റാനിക് മ്യൂസിയം കാണാമെന്ന് പറയുകയുണ്ടായി. അപ്പോഴാണ് ആനി മോർ സ്റ്റാച്യു എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു കൂടെ അവിടെ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞത്. അതാകട്ടെ ഇതേയും 2 കുട്ടികളോട് കൂടിയുള്ള പ്രതിമയാണെന്ന് പറയുന്നു. 130 വർഷങ്ങൾക്ക് മുമ്പ് എല്ലിസ് ദ്വീപ് തുറന്നപ്പോൾ ആദ്യമായി ആ വാതിലിലൂടെ കടന്നു വന്ന കുടിയേറ്റ വനിതയാണ് ആനി മോർ. അയർലൻഡിലും ചരിത്രപ്രധാനമായ US സെറ്റിൽമെൻറ്റിലും അവരുടെ പ്രതിമകളുണ്ട്. എന്താണ് എല്ലിസ് ദ്വീപ്? അതായിരുന്നു അടുത്ത ചിന്ത. 1892 എലിസ് ദ്വീപ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലുതും സജീവമായ എമിഗ്രേഷൻ സ്റ്റേഷനായിരുന്നു. അവിടെ 12 ദശലക്ഷത്തിലധികം ആളുകൾ ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. നഗരം ചുറ്റി നടന്ന് സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും മ്യൂസിയം കാണാൻ വൈകിയാൽ ചിലപ്പോൾ അത് അടച്ചു പോകും. ആയതുകൊണ്ട് തന്നെ മ്യൂസിയത്തിലേക്ക് നടന്നു. തിരികെ നടക്കുമ്പോൾ മറ്റൊരു കാഴ്ച, ബോട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ബിയർ ബാരലുകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. 1720 സ്ഥാപിതമായതും ലോകത്തിലെ ആദ്യത്തെ യാച്ച് ക്ലബ് ഉൾപ്പെടുന്നത് ഈ ഭാഗത്താണ്. അറ്റ്ലാന്റിക്കിന് കുറുകെ യാത്ര ചെയ്ത ആദ്യത്തെ നീരാവി കപ്പൽ സിറിയാസ് 1838 കോബിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. 1912 ടൈറ്റാനിക്കിൻ്റെ അവസാനത്തെ പോർട്ട് ഓഫ് കോൾ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇങ്ങനെ കോബിനെ പറ്റിയുള്ള വിശേഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവിടെ നിന്ന് എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. ഇനി ടൈറ്റാനിക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഞങ്ങളുടെ പ്രവേശനവും അതേ തുടർന്നുള്ള കാഴ്ചകളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ വീഡിയോ എടുക്കാനുള്ള പെർമിഷന് വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ അത് സാധ്യമല്ല, അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആവേശം അവിടെ നിർവീര്യമായി പോയി എന്ന് വേണം പറയാൻ. പിന്നെയും വന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ഫോട്ടോ എടുത്തോളാൻ എന്നോട് പറഞ്ഞു. പക്ഷേ മറ്റു വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത വിധത്തിൽ വേണം അത് ചെയ്യാൻ എന്നും താക്കീത് നൽകാൻ അവർ മറന്നില്ല. ഹിൽസ് ഒരിക്കലും വീഡിയോ പോലെ ആസ്വാദ്യത നൽകില്ല എന്നുള്ള തിരിച്ചറിവ് എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പിന്നെ വിവരണങ്ങളോടുകൂടി ഓരോ മുറിയിൽ നിന്ന് ഓരോ മുറിയിലേക്കായിരുന്നു ഞങ്ങൾ പ്രവേശിച്ചത്.
നമ്മുടെ ടിക്കറ്റിൻ്റെ ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് കിട്ടിയ ടിക്കറ്റിൽ ടൈറ്റാനിക്കിലുണ്ടായ പാസഞ്ചേഴ്സിൻ്റെ പേരുണ്ട്. ആ പാസഞ്ചേഴ്സിൽ ഒരാളാണ് ഇവിടെ ജോൺ ബർക്കിന് എഴുതിച്ചത്. എനിക്ക് കിട്ടിയ ടിക്കറ്റാണ്. അപ്പോൾ ഈ മെഷീനിൽ അയാളുടെ പേര് തപ്പിപിടിച്ച് കണ്ടുപിടിച്ചാണ് ഇവിടെ ജോൺ ബർക്കിന് എഴുതിച്ചിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും അയാൾ ടൈറ്റാനിക്കിൽ മരിച്ചു പോയോ അല്ലെങ്കിൽ ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടോ എന്ന് അറിയാൻ പറ്റും. ഏപ്രിൽ 15, 1912 മരിച്ചു പോയതുകൊണ്ട് നമ്മുടെ പുള്ളി ടൈറ്റാനിക്കിൽ കുറ്റാക്കൂർ ഇരുട്ടിൽ പ്രൊജക്ടറിൻ്റെ സഹായത്തോടുകൂടി ടൈറ്റാനിക്കും അതിൻ്റെ ഉള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്ന സജ്ജീകരണങ്ങളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് ഈ ചാനലിന് യാതൊരു പ്രയോജനം ലഭിക്കില്ല എന്നുള്ള ഒരു നഗ്നസത്യത്തിൽ എൻ്റെ മനസ്സും മടുത്തുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ചിന്തയായി പിന്നീട്. കാരണം ഇതിനേലും വിസ്മയ കാഴ്ചകൾ പുറത്തു നിൽപ്പുണ്ട്, അതാകാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ തിടുക്കം. ഇവിടെ പറഞ്ഞു പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ 1, 2 ബ്ലോഗിൽ പറഞ്ഞ കഥകൾ തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ വിരസത വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിച്ചു. ആ മ്യൂസിയം എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണത്തിലുള്ള യാതൊന്നും എനിക്ക് സമ്മാനിച്ചില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ സത്യം. ആയതുകൊണ്ട് തന്നെ കാശുപോയ ദുഃഖത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങി.